രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മീഡിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് മനോരമ തന്നെയാണ്. അതിപ്പോൾ മനോരമ ന്യൂസ് ആണെങ്കിലും മനോരമ പത്രമാണെങ്കിലും അവരുണ്ടാക്കുന്ന ഒരു ഹൈപ്പ്, രാഹുലിനെ ചുറ്റിപ്പറ്റി കേരളത്തിൽ അവർ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പ് അത് അതിഭീകരമാണ്. 2014 അവർ രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിച്ചു, 2019 ശ്രമിച്ചു, 2024 ശ്രമിച്ചു. പക്ഷെ ഇപ്പോഴും ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഴയൊരു ഇന്റൻസിറ്റി ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും രാഹുലിനെ കൈവിടാൻ മനോരമ ഒരിക്കലും തയ്യാറാകില്ല. കാരണം തീയാളി രാഹുൽ തരംഗം ആഞ്ഞടിച്ച് രാഹുൽ വിശ്വരൂപം പുറത്തെടുത്തു, രാഹുലിൻ്റെ മികവ്, രാഹുലിൻ്റെ മാജിക്, ഇങ്ങനെ ഒരുപാട് തലക്കെട്ടുകൾ മനോരമ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഒരു പ്രവണത തുടരുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു വലിയ ഒരു റോള് തന്നെയാണ് മനോരമയെ സംബന്ധിച്ച്. കാരണം പലപ്പോഴും ജനങ്ങൾ ഇതിൽ ആകൃഷ്ടരായി രാഹുൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് ചിന്തിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പ്രേരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഇടത് അനുഭാവികൾ പോലും, സഖാക്കളൊക്കെ പലപ്പോഴും പ്രത്യേകിച്ച് 2019 രാഹുൽ പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ളൊരു ഫീലിംഗ് മനോരമയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതിനെ തുടർന്ന് സഖാക്കളുടെ വോട്ട് പോലും കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം മോദി വിരോധം, കാരണം മോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം, രാഹുൽ എന്ന് ചിന്തിച്ച് ഒരുപാട് സഖാക്കൾ, CPM-മാരും CPI-ക്കാരൊക്കെ ഈ പറയുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മനോരമയുടെ ഒരു റോള്. രാഹുലിനെ ചുറ്റിപ്പറ്റി രാഹുൽ വലിയ സംഭവമാണ്, രാഹുൽ ഇന്ത്യയിൽ ഒരു തരംഗമാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും ആ ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനോരമയുടെ ഒരു സർവേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന സർവേ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ VD സതീശനൊക്കെ എന്താ പറയുക, VD സതീശൻ്റെ പിന്തുണയൊക്കെ റോക്കറ്റ് പോലെ കുതിച്ചു വരുന്നു എന്നൊക്കെയാണ് മനോരമയുടെ ഏറ്റവും ഒടുവിലത്തെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോഴും അവർ പിന്തുണയ്ക്കുന്നുണ്ട്. അവരുടെ സർവേയിൽ ഇപ്പോഴും രാഹുൽ തന്നെയാണ് ജനപ്രിയം എന്നാണ് പറയുന്നത്. പക്ഷെ പഴയൊരു ഇൻറ്റൻസിറ്റി ഇല്ല. 48% പേർ മാത്രമാണ് രാഹുൽ ഗാന്ധി ജനപ്രിയനാണ്, അല്ലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ 48% റെസ്പോണ്ടൻസ് മാത്രമാണ് രാഹുലിനെ അനുകൂലിച്ചത്. നരേന്ദ്രമോദി ഏതാണ്ട് 31% നിൽക്കുന്നുണ്ട്. കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 31% പിന്തുണ ലഭിക്കുക. ഏത് സർവേ ആണെങ്കിലും, എന്ത് തട്ടിക്കൂട്ട് സർവേ ആണെങ്കിലും അതിൽ 31% നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് 50%-ഓളം ന്യൂനപക്ഷങ്ങളുള്ള, ഹിന്ദുക്കളിൽ തന്നെ ബഹുഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായുള്ള ഒരു സംസ്ഥാനത്ത് നരേന്ദ്രമോദിക്ക് 31% പിന്തുണ ഒരു സർവേയിൽ, അതും മനോരമയെപ്പോലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ സർവേയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു ജനപിന്തുണ കുറയുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനോരമയുടെ സർവേയുടെ കണ്ണുകളിൽ കൂടെ നോക്കുമ്പോൾ. കാരണം 2019 രാഹുൽ ഗാന്ധിക്ക് 78% പിന്തുണയൊക്കെ ഒരു സർവേയിൽ മനോരമ കാണിച്ചിരുന്നു. അതായത് ജനപ്രിയനായ നേതാവ് ആരാണ്, ദേശീയ നേതാവ് ആരാണെന്നുള്ള ചോദ്യത്തിന് 78% പേരും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അത് 62% എന്തോ ആയി 2024, അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത്. ഇപ്പോൾ അത് 48% മാത്രമാണ്. ഇങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് വളരെ കുറഞ്ഞു വരുന്നു മനോരമയുടെ സർവേയിൽ പോലും എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം സത്യം മനോരമയ്ക്ക് മാറിയ, കാരണം ജനങ്ങളെ വല്ലാതെ അങ്ങ് പറ്റിക്കാൻ പറ്റില്ലല്ലോ. രാഹുൽ ഗാന്ധിയെ പൂർണ്ണമായിട്ടൊന്നും കൈവിടാൻ മനോരമ തയ്യാറാകില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പഴയ രീതിയിലുള്ള ഒരു വല്ലാത്തൊരു പ്രൊജക്ഷൻ ഇപ്പോൾ ഇല്ല എന്നതൊരു വസ്തുത തന്നെയാണ്. കാരണം ലോജിക്കലി കണക്റ്റ് ആവില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ജനങ്ങൾ പഴയ പോലെയല്ല, അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത്തരം ഒരു ലോജിക്കിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, സർവേകളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ട്രോൾ മെറ്റീരിയലായിട്ട് മാറും എന്നുള്ളതാണ് ഒരു വസ്തുത. അതുമാത്രമല്ല മനോരമയുടെ സർവേ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കോമഡിയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ അവരുടെ സർവേകൾ, കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന സർവേകളൊക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, അതിന് നേർ വിപരീതമായിട്ടുള്ള റിസൾട്ടാണ് വന്നതെന്നുള്ളത് നമുക്കറിയാം. 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ച ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മാധ്യമമാണ് മനോരമ. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. പറയാതെ വയ്യകളൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അവസാനം ജനങ്ങൾ പൂർണ്ണമായി നരേന്ദ്രമോദിക്കൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 2024 കേരളത്തിൽ വരെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ മനോരമ പഴയ പോലെ രാഹുൽ ഗാന്ധിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇത് 1-2 തവണ ഇത്തരം സംഭവങ്ങളൊക്കെ സക്സസ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ജനങ്ങൾ നിൽക്കും. പക്ഷേ എപ്പോഴും ഇങ്ങനെ അവരെ പറ്റിക്കുമ്പോൾ അവർക്കും കാര്യം അറിവും, ഇത് മനോരമയുടെ സർവേയാണ്, അവർ ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കേരളം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു കച്ചിത്തുരുമ്പാണ്. കാരണം പലപ്പോഴും രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്, പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ MP-മാരുടെ പിന്തുണയിലാണ്. കാരണം ഇപ്പം നോക്കുകയാണെങ്കിൽ പാർലമെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം വരികയാണെങ്കിൽ ചുറ്റും മലയാളി MP-മാരാണ് ഉണ്ടാവുക. അപ്പോൾ രാഹുലിനെ ശരിക്കും ഈ രീതിയിലാക്കി ഒരു കോമഡി കഥാപാത്രമാക്കി മാറ്റിയതിൽ മലയാളി MP-മാർക്കും അതുകൂടാതെ തന്നെ KC വേണുഗോപാലിനൊക്കെ ഒരു വലിയ പങ്കുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ രാഹുൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തോൽവി ഉറപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് 2019 വയനാട്ടിലേക്ക് വരുന്നത്.
അന്ന് വയനാട്ടിൽ വന്ന് മത്സരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലോക്സഭയിൽ പോലും എത്താൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു ട്രാജഡി കോൺഗ്രസിനെ ബാധിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കേരളം ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ട് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ പോലും രാഹുലിന് പഴയൊരു പിന്തുണ ഇപ്പോൾ ഇല്ല എന്നതൊരു വസ്തുതയാണ്. കാരണം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. കാരണം ഈ മനുഷ്യന് ഒരു ആംബിയർ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഇയാളൊരു പരാജയമാണെന്നുള്ള ഒരു ധാരണ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കുണ്ട്, നിഷ്പക്ഷരായുള്ള ആളുകൾക്കുണ്ട്. ഈവൻ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ അങ്ങനെ ഒരു വിചാരവും വികാരവും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ പുറത്തു പറയുന്നില്ല എന്ന് മാത്രം.